ഹേ ഗായ്സ്, ഞാനിന്ന് ഡിമാർട്ടിൽ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ എന്തൊക്കെ എടുക്കുന്നത് നിങ്ങളെ കാണിക്കുന്നത്. ആക്ച്വലി എനിക്ക് അത്ര സാധനങ്ങളൊന്നും എടുക്കാനില്ല. നമ്മൾ ഒരു 1 month ബാക്ക് എടുത്തത്. നമ്മളൊരു 1 month അല്ലെങ്കിൽ 2 month വിട്ടിട്ടാണ് എടുക്കാറ്. അപ്പോൾ ഇന്ന് കുറച്ച് സാധനങ്ങൾ എടുക്കാനുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ അതിന് ഒരു ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ എടുത്തു, പിന്നെ ഒരു ടീ പൗഡർ എടുത്തു. നമ്മൾ ചായ കുടിക്കലിൽ ആരെങ്കിലും വരുമ്പോൾ ഒക്കെ കൊടുക്കണ്ടേ. പിന്നെ ഒരു ടിഷ്യൂ എടുത്തു. ഓൾറെഡി സ്റ്റോക്ക് ഉണ്ട്, എന്നാലും ഞാൻ 2 വാങ്ങി വെച്ചു. പിന്നെ അക്ഷേട്ടൻ ഇവിടുന്ന് വാഷ് ബുക്കും A4 ഷീറ്റ്സൊക്കെ ഓഫീസിലെ ആവശ്യത്തിന് വേണ്ടിയിട്ട് എടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ കടുക് എടുത്തു. എൻ്റെ അമ്മ പറഞ്ഞിട്ട് കടുക് വീട്ടിൽ തീരാൻ പാടില്ല എന്ന്. അതേപോലെ ഉപ്പൊന്നും വീട്ടിൽ തീരാൻ പാടില്ലെന്നുണ്ട്. അപ്പോൾ അതൊക്കെ കഴിയുന്നതിന് മുന്നേ ഞാൻ വാങ്ങിക്കിട്ടോ. പിന്നെ കുറച്ച് മുളക്, പിന്നെ ഉലുവ എടുത്തു. പിന്നെ അക്ഷയേട്ടൻ വീണ്ടും കുറച്ച് ബുക്സ് ആയിട്ട് വന്നു. പിന്നെ അക്ഷയേട്ടൻ ഇങ്ങനത്തെ കടല, ചെറുപയർ, മുതിര അതൊക്കെ വെച്ചിരുന്ന് വെക്കുന്നത് ഭയങ്കര ഇഷ്ടമാട്ടോ. അപ്പോൾ ഞാൻ അതെടുത്തു. പിന്നെ പരിപ്പ്, പഞ്ചസാര എടുത്തു. ഓൾറെഡി സ്റ്റോക്ക് ഉണ്ട്, എന്നാലും ഞാനിവിടെ വരുമ്പോൾ ഓരോന്ന് എടുത്ത് വെക്കിട്ടോ. പിന്നെ ഉപ്പും സ്റ്റോക്ക് ഉണ്ട്, പക്ഷേ എന്നാലും ഞാൻ ഈ പറഞ്ഞ പോലെ തീരണ്ടെന്ന് വിചാരിച്ചിട്ട് അതെടുത്തു. പിന്നെ നമ്മുടെ ഉപ്പുമാവ്, പത്തിരിപ്പൊടി, ഇതൊക്കെ ഞാൻ ലിസ്റ്റ് എഴുതിയിട്ടാണ് കേട്ടോ പോണത്. ഞാൻ വെറുതെ ഓരോന്ന് വരി എടുക്കുന്നതല്ല, ഞാൻ ആദ്യം തന്നെ ഒരു ലിസ്റ്റ് തയ്യാറാക്കും. പിന്നെ മെയിനായിട്ടുള്ള ഡവിൻ്റെ ബോഡി വാഷ് എടുത്തു. പിന്നെ ഹാൻഡ് വാഷ്, ഇതിനൊക്കെ ഇവിടെ ആകെ 80 rupees ഉള്ളൂ ഈ 2 പാക്കിന് കേട്ടോ. പിന്നെ ഞാൻ പ്രില്ലെടുത്തു. പിന്നെ ഗരം മസാല എൻ്റെ ഫേവറേറ്റ്, ഞാൻ എല്ലാത്തിലും വാരിയിടും കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ മുകളിലെ സെക്ഷനിലേക്ക് പോയി. ആക്ച്വലി കാർപ്പറ്റ് മാത്രമേ വാങ്ങാണ്ടായുള്ളൂ, പക്ഷേ അവിടെ ചെന്നപ്പോൾ ഞാൻ അങ്ങനെ ലച്ചുവിന് വേണ്ടിയിട്ട് 1-2 ഇറേസറും ബോക്സും ഒക്കെ. പിന്നെ ഈ ബോട്ടിൽ കണ്ടപ്പോൾ തന്നെ അക്ഷയേട്ടൻ എന്നോട് പറഞ്ഞ് ഇത് എടുത്തോളാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ അതും എടുത്തു. പിന്നെ കുറച്ച് സാധനങ്ങൾ ഓഫീസിലേക്ക് വേണ്ടിയിട്ട് എടുത്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.